ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നിവിടെ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ 80s-ലെയും 90s-ലെയൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ചക്കക്കുരു മിഠായിയാണ് കേട്ടോ. നമ്മൾ അന്നൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കഴിച്ച ഒരു നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഞാനിതൊരു വീഡിയോയിൽ കണ്ടത് തന്നെയാണ് ഇതേപോലെ ഒരാൾ ചെയ്തത്. പക്ഷേ ഞാൻ വേറെ 2-3 ചേരുവ കൂടി കൂട്ടി നമ്മളൊരു അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്കത് ചെയ്തെടുക്കാം. ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ ഇതുപോലെ ഒരു ചായ കപ്പിന് ഒരു 1.25 കപ്പോളം മൈദയാണ് എടുത്തേക്കുന്നത്. ചിലരിതിൽ അരിപ്പൊടി കൊണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് പക്ഷേ ഒന്നും കൂടി ഒന്ന് ഹാർഡായിപ്പോവും. അപ്പോൾ അത് മൈദ കൊണ്ട് ചെയ്യുന്നതാണ് ഞാൻ ചെയ്തതിൽ വെച്ച് നോക്കുമ്പോൾ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു 1.25 കപ്പ് മൈദ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണേ. നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അതുപോലെ ഡാൽഡ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ മാത്രം ചേർക്കാണ്ടിരുന്നാൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി നമ്മളെല്ലാ ഭാഗത്തേക്കും ഈ ഓയിൽ ആവുന്ന പോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. നമ്മൾ ഒരു 1.25 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മൾ നെയ്യോ അതേപോലെ ഓയിലോ എന്തെങ്കിലും നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ ഓയിൽ ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് ഇത് കുഴഞ്ഞു വരും. അതുകൊണ്ട് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ആ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്കത് ഉരുട്ടിയെടുക്കുമ്പം കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടില്ല. അത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഇതേപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഇത് നമുക്ക് ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട. ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതിയാകും. അപ്പോൾ ഈ 1.25 പൊടിയെടുത്തതിൽ നമുക്ക് കണ്ടില്ലേ, ഈ ഒരു ഗ്ലാസ്സിന് ഇത്ര വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. ഒരു അര ഗ്ലാസ്സോളം മതിയാകും. അപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ മാവ്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് മിഠായിൻ്റെ ആ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ വെച്ചാൽ ഇതേപോലെ എടുത്തിട്ട് കയ്യിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ നീളത്തിൽ ആക്കിയെടുത്താൽ മതിയാകും. ഇതിൻ്റെ 2 അറ്റവും ചെറിയ ചെറിയ ഷേപ്പിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കണം കേട്ടോ. ഈ മിഠായിക്ക് എന്ന് പറഞ്ഞാൽ നടുക്ക് കുറച്ച് വണ്ണത്തിലായിരിക്കും, 2 സൈഡിലും അത്ര വണ്ണമില്ലാതെ ചെറിയ ഷേപ്പിലായിരിക്കും കേട്ടോ. നമുക്ക് വളരെ എളുപ്പം ചെയ്തെടുക്കാം. ആ 2 സൈഡും നമുക്ക് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതിയാകും. കണ്ടില്ലേ, ആദ്യം ഒന്ന് ഇതേപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഞാനങ്ങനെ ഉരുട്ടിയിട്ട് എനിക്കങ്ങനെ വലിയ കറക്റ്റ് ഷേപ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ആ ഒരു 1.5 കപ്പ് മൈദയോടെ നമുക്ക് ഇത്ര മിഠായി ഉണ്ടാക്കാം കേട്ടോ. ഇനി നമ്മൾ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഇത് എപ്പോഴും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കണം. ഒന്ന് ഓയിൽ ചൂടായ ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഉൾവശമൊന്നും നമുക്ക് വെന്ത് കിട്ടില്ല, അതുപോലെ ക്രിസ്പി ആയി കിട്ടില്ല കേട്ടോ. ഇത് നമ്മളിതുപോലെ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയ ശേഷം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആയ ശേഷം മാത്രം നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കളർ മാറി കിട്ടും. ആ സമയത്ത് ഞാൻ ഇതേപോലെ നമുക്കിതിന് ശർക്കരയാണ് എടുത്തേക്കുന്നത്. സാധാരണ ഞാൻ കണ്ടത് പഞ്ചസാരയാണ്, പക്ഷെ നമുക്ക് ശർക്കര എടുത്താൽ മതി കേട്ടോ. അതപ്പോൾ ഒന്നും കൂടി ടേസ്റ്റും കൂടും. അപ്പോൾ ഞാൻ ഒരച്ച എടുത്തിട്ടുള്ളൂ, കാരണം നമുക്ക് ഇത്രയല്ലേ നമുക്ക് മിഠായി ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആ അച്ച അതേപോലെ 2-3-4 പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും പരന്ന പാത്രം എടുത്തതെന്ന് വെച്ചാൽ നമുക്കിത് ഫ്രൈ ചെയ്തതിന് ശേഷം ഇളക്കാനുള്ളൊരു സൗകര്യത്തിനും കൂടി കേട്ടോ. ചെറിയ പാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കിട്ട് ഇളക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും.
ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതിൽ മണ്ണോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതൊന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാനുണ്ട്. നമുക്കിതിലേക്ക് ടേസ്റ്റിന് ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. ഏലക്ക ഞാൻ ഒരു 2 ഏലക്ക ഇതേപോലെ ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഏലക്കേൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പം ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ മുട്ടായിക്ക്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇതാ നമ്മുടെ ഫസ്റ്റത്തെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമ്മളെന്തായാലും ഇനി ശർക്കരയിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ ശർക്കരേൻ്റെ കളറാണ് നമ്മുടെ ഈ മുട്ടായിക്ക് കിട്ടുക കേട്ടോ. നമ്മൾ രണ്ടാമത്തതും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ശർക്കരപ്പാനി കട്ടിയായി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിത് ഇതുപോലെ പാകം ആയോ എന്നറിയണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ബൗളിൽ കുറച്ച് വെള്ളമൊന്നും എടുത്തിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കണം. ഇത് ശരിക്കും റെഡി ആയിട്ടില്ല കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്ത സമയത്ത് തന്നെ ഇത് സ്പ്രെഡായി പോയത് കണ്ടില്ലേ, അതങ്ങനെ ആയിട്ടില്ല. ഇനി ഒരു മിനിറ്റും കൂടി ഒന്നും കൂടി ഒന്ന് കുറുകി വന്നിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് നോക്കി നോക്കാം. ഇപ്പോൾ ഇതാ ഇത് നല്ല പതയൊക്കെ ഒന്ന് കണ്ടില്ലേ, നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. കണ്ടില്ലേ, ഇത് സ്പ്രെഡ് ആവുന്നൊന്നുമില്ല. ഇപ്പോൾ തന്നെ അവിടെ കട്ടിയായി വന്നിട്ടുണ്ട്. ഈ പരുവാണ് കറക്റ്റ് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ വെക്കാം. ഇനി നമ്മളത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അത് കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരുപാട് സ്നാക്കുകളും അതേപോലെ മുട്ടായികളും നമ്മുടെ വീഡിയോയിലുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അതാ നമ്മുടെ ചക്കക്കുരു മുട്ടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നല്ലൊരു അടിപൊളി ഐറ്റമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ഓക്കെ, ടാറ്റാ, ബൈ ബൈ.